നമ്മുടെ കേരള പോലീസ്, അത് കേരള പോലീസിൻ്റെ ഏത് ഘടകവും ആയിക്കോട്ടെ, ആ ഘടകങ്ങൾ എന്തൊക്കെയായിട്ട് കാട്ടിക്കൂട്ടുന്നതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവും കിട്ടുന്നില്ല. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ വേണ്ടി മാത്രമാണ് കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് പ്രവർത്തിക്കുന്നത് എനിക്ക് സംശയം തന്നുണ്ട്. മറ്റെല്ലാ കേസുകളും ഇപ്പോൾ സംഭവിക്കുന്ന ഫൗളാണ്. മാത്രമല്ല സ്വാഭാവികമായ ഒരു സംശയമുണ്ട്, ഈ ഓപ്പറേഷൻ തൂഫാൻ ശരിക്കും പിടിക്കേണ്ട എക്സൈസ് വകുപ്പല്ലേ? അതെ, മയക്കുമരുന്നും മദ്യത്തിൻ്റെയൊക്കെ വകുപ്പ് എന്ന് പറഞ്ഞാൽ എക്സൈസ് അല്ലേ? അപ്പോൾ എക്സൈസ് മന്ത്രി എം ലിജു തുറക്കക്കാരനുണ്ട്, അതേ അതിൽ ഇടപെടാത്തതുകൊണ്ടായിരിക്കും. വേറെ ഒരു മുതിർന്ന മന്ത്രിയായിരുന്നു, ഒരാളാണ്, നേതാവാണ്, എക്സൈസ് മന്ത്രിക്ക് ഇത് അനുവദിക്കില്ലായിരുന്നു. ഇത് എക്സൈസ് ചെയ്യേണ്ട കാര്യമാണ് ആഭ്യന്തര വകുപ്പ് ചെയ്യുന്നത്. പൊതുവെ പണിയില്ലാത്ത വകുപ്പെന്നാണ് പറയുന്നത് എക്സൈസിനെ കുറിച്ച്. അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് ഭയങ്കര പണിയാണ്. പക്ഷേ ഈ പണിയെ പോലീസാണ് അവരുടെ പണി പകുതിയും ചെയ്യുന്നത്. ബാക്കി എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സ്ഥിരമായിട്ട് ഇവർ ചെയ്യുന്നൊരു പണിയുണ്ട്. എല്ലാ മാസം 1-ാം തീയതിയും ഏതെങ്കിലുമൊക്കെ ചെറുപ്പക്കാരെ ചെന്ന് കണ്ടിട്ട് അവരുടെ അളവിൽ കൂടുതൽ വിദേശ മദ്യം ഉണ്ടെങ്കിൽ പിടിച്ചെടുക്കും. അതേസമയം എല്ലാ ബാറുകളുടെയും കിളിവാതിലൂടെ സൂപ്പറായിട്ട് കച്ചവടം നടക്കുകയും ചെയ്യും. എന്താ ഈ ട്രൈ ഡേ ഉണ്ടാക്കി വെച്ചിരിക്കുകയെന്ന് നമുക്കറിയില്ല. എന്തിന് നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് നമ്മൾ എക്സൈസിന്റെ കമ്മീഷണർമാരെ വരെ വിളിച്ചു പറഞ്ഞാൽ പോലും ആ ബാറുകളിൽ റെയ്ഡ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ എക്സൈസ് ഞാനൊരിക്കൽ ഇത് നിരീക്ഷിച്ചതാണ്. ഞങ്ങളുടെ പത്തനംതിട്ട ടൗണിൽ ഒരു ബാറിൽ ഇങ്ങനെ കച്ചവടം നടക്കുന്നത്. ഞാൻ എൻ്റെ ബാഗിൽ കൂടെ വരുമ്പോൾ കണ്ട് അവിടെ എല്ലാ ആൾക്കാരും വരുന്നു, ഇവർ സാധനം കൊടുത്ത് കാശ് മേടിക്കും. അപ്പോൾ നമ്മൾ അവിടെ നിന്നുകൊണ്ട് ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് ഇതിൻ്റെ ഡെപ്യൂട്ടി കമ്മീഷണർ ഉണ്ടായിരുന്നു, അയാളെ വിളിക്കുന്നു. അപ്പോൾ അയാൾ പറയാണ്, അയ്യോ എവിടെ, ഏത് ബാറാ? ഇന്ന ബാർ. ഞാനേ ഒരു ഫംഗ്ഷനിലാണ്. പറഞ്ഞു, നിങ്ങളൊരു ഫംഗ്ഷനിലാണെങ്കിൽ ഓക്കെ, നിങ്ങൾ കാണിക്കുന്ന നിയമലംഘനമല്ലേ, നിങ്ങൾക്കിത് എന്ത് ചെയ്യാൻ പറ്റും? അത് ഞാനിപ്പോൾ റെഡിയാക്കാം. ഞാൻ അവിടെ തന്നെ നിന്നു. ഒരു 1/4 മണിക്കൂർ നിന്ന് കഴിഞ്ഞപ്പോൾ കച്ചവടം നിന്നു. പെട്ടെന്ന് കിളിവാതിലും അടച്ചു, ഇവിടെ എല്ലാം അടച്ചു. ഉടനെ അവിടെ സന്ദേശം എത്തി, നിങ്ങൾ പൂട്ടിക്കോളാം. എങ്ങനെയുണ്ട്? ഇതാണ് കളി, ഇതാണ് ഇവരുടെ പണി. പിന്നെ പോലീസിൻ്റെ പണി എന്ന് പറഞ്ഞാൽ പോലീസിന് 100 കൂട്ടം പണി കിടപ്പുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ നോക്ക്, ഏറ്റവും അവസാനമായിട്ട് ക്രൈംബ്രാഞ്ച് സംഘം ഈ പറയുന്ന നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ഡോക്ടർ റാമിനെ കസ്റ്റഡിയിലെടുക്കും. കസ്റ്റഡി എടുത്തിട്ട് കോടതി കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കോടതി പറഞ്ഞു വീട്ടിൽ വിടും. ഉടനെ ഇവർ അവിടെ ഒരു നാടകം കളിച്ച് ഇയാളെ വീണ്ടും കസ്റ്റഡി എടുത്ത് പിടിച്ചോണ്ട് പോകും. പിടിച്ചോണ്ട് പോയിട്ട് കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ ഇറക്കി വിടും. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചറിയാം. ഈ റാമിൻ്റെ കേസിൽ ഏതാണ്ട് ഇപ്പം 3-4 മാസമായി ഇല്ലേ? 100 ദിവസം കഴിഞ്ഞു. 100 ദിവസമായി. 101ാമത്തെ ദിവസമാണ്. അത് ഏറ്റവും രസം ഇതാണ്. ഇത് പണ്ട് നമ്മുടെ കൈവെട്ട് കേസിലെ കൈവെട്ടിപ്പോയ ജോസഫ് മാഷിന് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട കേസിൽ പ്രതിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെന്ന് കീഴടങ്ങി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ ആകസ്മികമായിട്ട് പിടിച്ചു എന്നും പറഞ്ഞാണ് ഇവർ ഇതും അത് തന്നെയാണ് സംഭവിച്ചത്. എന്താണ് ഈ ഡോക്ടർ റാം നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് ഇയാൾ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ച് ഓടി നടക്കും. നമ്മൾ ഇന്നലെ പോലും നമ്മൾ ചർച്ച ചെയ്ത് അങ്ങനെയാണ്. പക്ഷേ എന്താ സംഭവിച്ചത്? സുപ്രീം കോടതി അയാളെ മുൻകൂർ ജാമ്യം നൽകി. ഇയാളുടെ കാര്യത്തിൽ യുക്തമായ തീരുമാനമെടുക്കാൻ പോലീസിന് അനുവാദം കൊടുത്ത് മുൻകൂർ ജാമ്യ ഹർജി തള്ളുന്നു. അതനുസരിച്ച് അയാൾ കീഴടങ്ങാനായിട്ട് കണ്ണൂരിലേക്ക് വരുന്ന വഴിക്ക് വെച്ച് ഇവരെങ്ങനെയാണ് അറിയുന്നു, അവിടെ ചെന്ന് ഇയാളെ പിടിച്ചിട്ട് ഇയാളെ ഞങ്ങൾ സാഹസികമായി കുടകിൽ നിന്ന് പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇവർ കൊണ്ടുവന്ന് വലിയ ഓളം ഉണ്ടാക്കി കോടതിയിലോട്ട് കൊടുക്കുന്നു. കോടതി കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് അറസ്റ്റ്. കോടതി പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു 2 ദിവസം നോട്ടീസ് കൊടുത്ത് വേണം ഇയാളെ അറസ്റ്റ് ചെയ്യാൻ. ഈ നടപടിക്രമങ്ങളൊന്നും പോലീസിന് അറിഞ്ഞൂടായിരുന്നു, കേരള പോലീസിന്. അത് മുതിർന്ന DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനൊക്കെയാണ് ഇയാളെ പിടിച്ചുകൊണ്ടുവന്നത്. അതിനെ ഇത് മനഃപൂർവ്വം ഇവർ അട്ടിമറിച്ചതാണോ നമുക്കറിയില്ല. ഇങ്ങനൊരു സീൻ ഈ പോലീസ് തന്നെ ഉണ്ടാക്കിയാണ്. കാരണം പോലീസ് ഒരിക്കലും ആ റാമിൻ്റെ കാര്യത്തിൽ ആത്മവിശ്വാസത്തിലല്ല ഈ കേസ്. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. ഇയാൾ പറഞ്ഞ ചരിത്രം വെച്ച് നോക്കും, ഇയാൾ എവിടെയെല്ലാം പോയിരിക്കുന്നു. ഇയാൾ ഹിമാലയം ഈ വാരണാസി തൊട്ട് കന്യാകുമാരി വടക്കോട്ട് തെക്കറ്റം വരെ ഇയാൾ നടന്നു. അങ്ങനെ അതിന് ഇടയ്ക്ക് എങ്ങാണ്ട് അയാളെ മകളുടെ ഫ്ലാറ്റിലായിരുന്നു കുറച്ച് ദിവസം. അന്നേരം ഇയാൾ പുതിയ ഫോൺ നമ്പർ എടുത്തു. ഇവരൊക്കെ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്താണെന്നറിയാം? ഈ ഒളിവിൽ പോകുന്നവർ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം, അവർ സിം ഉപേക്ഷിക്കും, ഫോൺ ഉപേക്ഷിക്കില്ല. കാരണം ഈ ഇട്ടിരിക്കുന്ന സിമ്മിൻ്റെ IMEI കോഡ് അവർ നേരത്തെ തന്നെ പോലീസ് ട്രേസ് ചെയ്യും. ആ ട്രേസ് ചെയ്യുന്ന സിമ്മിനകത്തോട്ട് പുതിയൊരു സിമ്മ് മേടിച്ചിടുമ്പോഴേ ഈ IMEI കോഡ് ആക്ടിവേറ്റ് ആകുമ്പോഴേ അവർ പൊക്കും. അങ്ങനെയാണ് ഇത് അന്വേഷിച്ചു പോകുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? പുതിയ ഫോണും പുതിയ സിമ്മും എടുക്കണം. സ്വന്തം പേരിൽ എന്തായാലും ഒരുത്ത ഒളിവിൽ പോകുന്നവർ എടുക്കില്ല. അപ്പോൾ അങ്ങനെ ഇയാളിങ്ങനെ തേരാപ്പാര തെക്കോടൊക്കെ നടന്നിട്ടൊന്നും ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തതാണോ മനഃപൂർവ്വം കണ്ടുപിടിക്കാതിരുന്നതാണോ എന്ന് നമുക്കറിയില്ല. ഇതിൻ്റെ അകത്തെ ഉള്ളുകളിയൊന്നും അറിയത്തില്ല. ഇന്നലത്തെ ഈ കോടതി ഡ്രാമ പോലും എനിക്ക് തോന്നുന്നത് ആസൂത്രിതം രക്ഷിക്കാൻ വേണ്ടി നടത്തിയ നീക്കമാണോ എന്ന് സ്വാഭാവികമായിട്ടും ആരും സംശയിക്കാം. കോടതി വളപ്പിൽ ഇറങ്ങി വന്ന മനുഷ്യൻ വീണ്ടും പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു, ഇയാളെ വഴി ഇറക്കി വിടുന്നു. ഇത് എന്ത് ലോകമാണെന്നുള്ളതാണ്. നോട്ടീസ് കൊടുത്ത് വഴിയിൽ ഇറക്കി വിട്ടത്. അതെ
അതെ, ഇത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ അടൂരിൽ ഒരു സംഭവം ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞില്ലേ. അടൂരിലെ CPM നേതാവിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, ഹർഷകുമാറിനെതിരെ. ഇവിടുത്തെ വഞ്ചിയൂർ കോടതി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകൻ, അയാളെ നേരെ വന്ന അവിടുത്തെ SI സംഘവും കോടതി വളപ്പിൽ നിന്ന് പിടിച്ചോണ്ട് പോകണം. അത് വേറൊരു കാര്യങ്ങളുണ്ട്, അത് അന്ന് മറ്റു വക്കീലന്മാർ അറിഞ്ഞില്ല, എല്ലാവരും ഇടിച്ച കൂട്ടി അവന്മാർ ഏത് പോലീസ് ഒറ്റ പോലീസുകാർ വഞ്ചിയൂർ കോടതി വരത്തില്ല. അഭിഭാഷകനെതിരെ കേസുമായിട്ട് വഞ്ചിയൂർ കോടതി സാക്ഷി പറയാൻ പോലും പോലീസുകാർ വളഞ്ഞിട്ടിരിക്കും. ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോഴും മര്യാദയ്ക്കാണെങ്കിൽ പത്രപ്രവർത്തകരെ അവർ കയറ്റും, അല്ലെങ്കിൽ അത് നടക്കത്തില്ല. എന്താണെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, ഒന്നെങ്കിൽ ഇതിൽ പോലീസ് കള്ളക്കളി കളിച്ചു എന്നാണ്, പോലീസ് കള്ളക്കളി കളിച്ചു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇയാൾക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി പോലീസ് കള്ളക്കളി കളിച്ചതാണ്. അതിൻ്റെ പിന്നിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. അതുപോലെ ഇന്നിപ്പോൾ നമ്മൾ അറിയുന്നു, ആ കിളിമാനൂരെ കേസ് ഇന്ന് പിടിച്ചിട്ടുണ്ട് അല്ലേ, മറ്റേ തട്ടിക്കൊണ്ട് അച്ഛനെ മകനെ കൊണ്ടുപോയി മറ്റും പൂട്ടിയിട്ട് മർദ്ദിച്ച, അതായത് സൗണ്ട് പ്രൂഫ് മുറി ഉണ്ടാക്കി ഇടിച്ച, മകളെ വിവാഹം കഴിച്ചു കൊടുത്തില്ലെന്ന് പറഞ്ഞ അച്ഛനെയും ആ പെൺകുട്ടിയുടെ 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ചെലവാക്കിയാണ് ഈ റൂം ഉണ്ടാക്കിയെന്നാണ്. അപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ പൊട്ടും പൊടിയും എല്ലാമായിട്ട് കഞ്ചാവും മറ്റെല്ലാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നലെ ഒരു ഗുണ്ടയെ കുത്തിക്കൊന്നല്ലോ. ഗുണ്ടയാണോ ഒരു ഇൻഫോർമറാണോ അയാൾ, കണ്ണൂരോ എവിടെ ഒരാളെ, കോഴിക്കോട് ഇൻഫോർമർ അല്ല, അത് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയായിരുന്നു. അയാളെ കൊന്നത് അയാളുടെ ഒരു ബന്ധു തന്നെയാണ്, 22 വയസ്സുള്ള ചെറുപ്പക്കാരാണ് അയാളെ കൊന്നത്. അത് വ്യക്തിവൈരാഗ്യമാണ്. ഇന്നലെ ആദ്യം വന്നത് ഇൻഫോർമറാണ്, തന്നെയാണ് എല്ലാ വാർത്തകളും വന്നത്. ഇൻഫോർമർ എന്നുള്ള നിലയിൽ ഇയാളെ തൂഫാൻ കക്ഷികൾ കാച്ചി എന്നുള്ള രീതിയിലാണ് വന്നത്. എന്താണെങ്കിലും ശരി, നമ്മുടെ ഈ റാമിൻ്റെ വിഷയത്തിൽ പോലീസിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് പോയിന്റിലേക്ക് തിരിച്ചു, അവർ ശരിക്കും ഈ റാമിൻ്റെ വിഷയത്തിൽ ഒരിക്കലും ഈ ആത്മഹത്യയുടെ കാരണം ഈ അധ്യാപകരല്ല എന്നുള്ളൊരു നിലയിലാണ് പോലീസ് ആദ്യമേ പോകുന്നത്. കാരണം SP അന്നേ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇത് ശരിക്കും ഇവരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ ഇല്ല എന്ന് ആദ്യമേ അവർ പറഞ്ഞതാണ്. പക്ഷേ ആ പറച്ചിലിന് പോലും വലിയ വിഷയമായിട്ട് മാറി. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഇപ്പോൾ ഉള്ളത് എല്ലാം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ പുറത്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരാളെ വിമർശിച്ചാൽ ഉടനെ നിങ്ങൾ അയാളെ വിമർശിച്ചില്ലേ എന്ന് പറഞ്ഞ് ഒരു വിഷയം വരും. അതൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ അത് കാരണം കോടതികളിൽ ജഡ്ജിമാർക്ക് പോലും ഈ പല പ്രമാദമായ കേസുകളിലും വിധി പറയാൻ നേരം അവർക്ക് ഒരു സംശയം വരും. എന്താണ്, ഞങ്ങളിപ്പോൾ ഈ കേസിൽ ഇങ്ങനെ വിധി പറഞ്ഞാൽ ഈ നാട്ടുകാർ ഞങ്ങളെ വെച്ചേക്കും, നാട്ടുകാർ വിമർശനം സോഷ്യൽ മീഡിയ ഉടൻ തന്നെ ഇപ്പം അതിനെ മറികടന്ന് വിധി പറഞ്ഞതാണ് ഒന്ന് ദിലീപിൻ്റെ കേസും മറ്റൊന്ന് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കേസും. എന്താണ് ഈ പറയുന്ന ജഡ്ജിമാർക്ക് പറഞ്ഞാൽ ഞങ്ങളുടെ മുമ്പിൽ ഒരു തെളിവ് വെച്ചിട്ട് അവർക്ക് തെളിവും സാക്ഷിമൊഴി അനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ, അതല്ലാതെ നാട്ടുകാർ പറഞ്ഞത് കോടതി വിധിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഉള്ള വിഷയത്തിലാണ് ഇപ്പോൾ ഇന്നലെ ഈ റാമിൻ്റെ കേസിൽ ഇതാണ്, അതായത് നടപടിക്രമങ്ങൾ പാലിക്കാതെ കോടതി ചെല്ലുമ്പോൾ കോടതി പ്രതിഭാഗം വക്കീൽ ചുമ്മാതിരിക്കുമല്ലോ, അദ്ദേഹം പറയുമല്ലോ ഇത് ഇന്നതാണ് സംഭവം. പ്രതിഭാഗം വക്കീൽ വളരെ സജീവമായിട്ട് ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. രാത്രി വൈകിയും അവർ അവിടെ കോടതിയിൽ വളപ്പിലുണ്ടായിരുന്നു. അല്ല, ഇത് ഒരു ശരിയായ നടപടിയില്ല. സത്യം പറഞ്ഞാൽ ഇതേക്കുറിച്ചൊക്കെ അന്വേഷിക്കണം. ഇപ്പോഴും ഇവിടെ ഭരിക്കുന്ന കേരള പോലീസാണ്. പോലീസ് നമ്മളിരിക്കുന്ന 2 ആഴ്ച മുമ്പ് നമ്മൾ വിഷയം ചർച്ച ചെയ്യുന്നു, അതായത് പോലീസിൽ ആരെയും മാറ്റിയിട്ടില്ല എന്നുള്ളത്. ഇത് അടുത്ത ആഴ്ച കടന്നു, ഈ മാസം അവസാനിക്കാറായി, 20-ാം തീയതി കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും പോലീസ് പഴയത് തന്നെയാണ്. അല്ല, ഇത് ഒന്നും നടക്കുന്നില്ല. ഇവിടെ ആകെപ്പാടെ സതീശന്റെ കണ്ണിറുക്കിയുള്ള ചിരി മാത്രമല്ലാതെ വേറെ ഒന്നും ഇവിടെ നടക്കുന്നില്ല. തൂഫാനും കൊണ്ട് പുള്ളി ഇങ്ങനെ തെക്കേ ഇന്ത്യ പുള്ളി ഈ അശ്വമേധ യാഗം നയിച്ച് നമ്മുടെ അതിർത്തി കടന്നു, അടുത്ത രാജ്യവും കീഴടക്കി, അതിനടുത്ത രാജ്യവും കീഴടക്കി, തെക്കേ ഇന്ത്യ മുഴുവനും കൂടെ അദ്ദേഹം തൂഫാന് വേണ്ടി നിൽക്കുക. നല്ല കാര്യമാണ്, ആരും അത് മോശമാണെന്ന് പറയുന്നത്. പക്ഷേ ബാക്കിയുള്ള കാര്യം കൂടെ നോക്കണം. ഈ തൂഫാൻ വാരിയേഴ്സ് എന്ന് പറഞ്ഞ് ഇറക്കി വേണ്ടത് സത്യത്തിൽ എക്സൈസിനെയാണ്. കാരണം പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരിക്കുന്ന ടീമുകളാണ്. അവരെ സംബന്ധിച്ച് എന്താണ് ഞാൻ ഇതിനകത്ത് കാണുന്നത്, 10-20 ഗ്രാം കഞ്ചാവ് കൂടുതലും പിടിക്കുന്ന പോലീസാണ്. പിന്നെ ഇവരെ ഒരു വാർഷിക അവലോകന റിപ്പോർട്ട് ഇങ്ങോട്ട് എഴുതി വിടും. ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ശരി, പോലീസിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ പിണറായി സർക്കാരാണ് ഈ പോലീസിനെ ഈ വിധത്തിലാക്കി മാറ്റിയത്. തുടരുന്നു. അതിന്റെ ഒരു ഹാങ് ഓവറില്ല, നന്നാക്കാനുള്ള യാതൊരു ശ്രമവും ഇവർ നടത്തുന്നതുമില്ല. ഇത് നടത്തിയില്ലെങ്കിൽ ഇത് ആകെപ്പാടെ ഇവിടെ വീണ്ടും പ്രശ്നങ്ങളായി മാറും. ഇപ്പൊ തന്നെ നമുക്ക് ഒരുത്തം കഴിഞ്ഞ ദിവസം വെമ്പായത്ത് ബാറിൽ വെള്ളം അടിച്ച് പൂസായിട്ട് അടുത്ത പെട്രോൾ പമ്പിൽ ചെന്ന് പെട്രോളും മേടിച്ചുകൊണ്ട് വന്ന് അവിടെ മൊത്തം കത്തിച്ചു. ഒരാൾ മരിച്ചില്ലേ? അല്ല, ഇതുകൊണ്ട് ഇനിയുള്ള പ്രശ്നം എന്താ അറിയോ, സാധാരണ പാവപ്പെട്ട യാത്രക്കാർക്ക് ഇവരുടെ വണ്ടിക്കകത്ത് പെട്രോൾ തീർന്നു കഴിയുമ്പോൾ കുപ്പിക്കകത്ത് പെട്രോൾ കൊടുക്കൂല. ഇതൊക്കെ വരുന്നത് ഇവിടെയാണ്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഈ പറയുന്ന പോലീസ് സേന കാട്ടിക്കൂട്ടുന്ന എപ്പോഴും ആഭ്യന്തരമാണ് ഒരു മന്ത്രിസഭയെ മറിച്ചിടുന്നത്. പിണറായി വിജയന് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്കും അതുതന്നെയായിരുന്നു.